എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുറം സ്വദേശിയാണ്. ദേശീയ കായികതാരം. കുവൈറ്റിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച 49 ഇന്ത്യക്കാരുടെ മൃതദേഹം കൊച്ചിയിലേക്ക് കൊണ്ട് അല്പമുള്ളിൽ പ്ലെയിനിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് പുറത്തേക്ക് മൃതദേഹം എടുക്കുന്നു. 23 മലയാളികളാണ് മരിച്ചതെന്ന് പറയാം. 23 ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ പോലീസ് സന്നാഹം, പോലീസ് ജീപ്പും 23 ജീപ്പുകൾ അവിടെ എത്തി. വിലാപയാത്രയുടെ മൃതദേഹം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള മൃതദേഹം അല്പമുള്ളിൽ തന്നെ വിലാപയാത്രയോടെ കൊണ്ടുപോകുമെന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അവിടെ എത്തിക്കഴിഞ്ഞു. കേന്ദ്രമന്ത്രി അവിടെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. ദുഃഖമായ ഒരു പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിലാപയാത്രയോടെ 22 ആംബുലൻസുകളും അവിടെ എത്തി. അതുപോലെ പോലീസ് വാഹനം 23 പോലീസ് വാഹനം അവിടെ എത്തിയെന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ബന്ധുക്കളെല്ലാം എത്തി ആംബുലൻസിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. വിലാപയാത്രയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നാട്ടുകാരും വീട്ടുകാരും വീട്ടിനവിടെയൊക്കെ നല്ല വിളികൾ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അമ്മമാർ കരയുന്നുണ്ട്, മക്കളുകൾ കരയുന്നുണ്ട്. അതുപോലെ ഈ ഓണത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ ഇതിലാണ് അമ്മമാർ കരയുന്നത്. തിരിച്ചു വരുന്നത് മൃതദേഹവുമായിട്ടാണ് ബോഡി എത്തുന്നതെന്ന് നമുക്കിപ്പോൾ വിലാപയാത്രയോടെ എത്തുന്നതെന്ന് പറയാം. ഈ 23 പേര് മലയാളികളാണെന്ന് പറയാം. അത് നമുക്ക് ദുഃഖമായ ഒരു വാർത്തയാണ്. അതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മളെ നെഞ്ച് തന്നെ പൊട്ടിത്തെറിക്കും പോലെ തോന്നുന്ന ഒരു ദുഃഖ വാർത്തയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന. കൊച്ചിയിൽ മൃതദേഹം അല്പമുള്ളിലെത്തി. മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതിനുശേഷം പല മന്ത്രിമാരും അവിടെ എത്തിയെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. നേതാക്കൾ എല്ലാം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ണ്ടെന്ന് പറയുന്നു. വിലാപയാത്രയുടെ സമയത്തിനുള്ളിൽ തന്നെ നാട്ടിലേക്ക് എത്തി. പോലീസ് അകമ്പടിയോടെയാണ് മൃതദേഹം ഓരോ വീട്ടിലേക്കും കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് പോലീസ് അകമ്പടിയോടെ കാസർഗോഡ് വരെ മൃതദേഹം കൊണ്ടുപോകുന്ന. വിലാപയാത്രയോടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാം. ഇരുവശത്തും റോട്ടിൻ്റെ ഇരുവശത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് പറയാം. പുക ശ്വസിച്ച് മരിച്ചവര്, അതുപോലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച 6ാമത്തെ നിലയിൽ നിന്ന് ഗ്യാസ് തീ പിടിച്ചാണ് പൊട്ടിത്തെറിച്ചാണ് മരിച്ചത്. 49 മൃതദേഹങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇത് കഴിഞ്ഞ് തമിഴ്നാട്, അതുപോലെ തന്നെ ഡൽഹി, പഞ്ചാബ് ഇവരെ മൃതദേഹങ്ങളെല്ലാം തിരിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് എല്ലാ സ്റ്റേറ്റിലേക്കും കൊണ്ടുപോകുന്നതിന് നമുക്ക് പറയാം. ഇന്ത്യയിലെ 49 മരണം, 23 മലയാളികളാണ്. ഏറ്റവും കൂടുതൽ മരിച്ചത് മലയാളികളാണെന്ന് പറയാം. അവിടുത്തെ മലയാളി ഉടമ ഇപ്പോൾ അവിടുത്തെ പോലീസ്, കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. അല്ലാതെ 8 പേരെയും കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. 2 ദിവസമായ മരണമാണ് നമുക്ക് പറയാം. 195 പേരാണ് അവിടെ താമസിച്ചതെന്ന് പറയാം. അതിലാണ് 49 മരണം ഇന്ത്യക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിലാപയാത്രയോടെ ഒരു നാടെങ്ങും ഏങ്ങുന്നുണ്ടെന്ന് തന്നെ പറയാം, കരയുന്നുണ്ടെന്ന് തന്നെ പറയാം. കേരളം മൊത്തം കണ്ണീരിൻ്റെ മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിലാപയാത്രയോടെ ആംബുലൻസിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രിമാരെല്ലാം അവിടെ എത്തി. വിലാപയാത്ര തുടങ്ങിക്കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അവരോരോ വീട്ടിൽ ബന്ധുക്കളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. മക്കളുകളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ദൂരെയുള്ള ബന്ധുക്കളെല്ലാം എത്തിക്കഴിഞ്ഞു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പോലും കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നു. വാർത്ത പറയാൻ പോലും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഒരു ജനം മുഴുവനും കണ്ണീരോടെ തുടരുന്നു. അമ്മമാർ കണ്ണീരോടെ മക്കളെ കാണാൻ, ഒരു നോക്ക് കാണാൻ ഇരിക്കുന്നു. ബന്ധു കരഞ്ഞ മൃതദേഹമായിട്ടാണ് വീട്ടിലേക്ക് ബോഡി എത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ള. വിലാപയാത്രയോടെ നാട്ടിലേക്ക് മൃതദേഹം എത്തുന്നു. 2 റോഡുകളിലും ഇരുവശത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാം. കാത്തിരുന്ന ദിവസം ഇന്നത് വൈകുന്നേരത്തോടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നെന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.